വ്യൂവേഴ്സ്, വെൽക്കം ടു എഗാൻ. നമ്മുടെ ഹിന്ദി എക്സാമിന് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന 2 കവിതകളാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. അതെല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്ത് വരുന്ന എന്ന് വെച്ചാൽ ഈ ചാപ്റ്ററിൽ 2 പദമുണ്ട്. നമ്മുടെ മേരെ ലാൽ എന്ന ഈ ഒരു പദിൽ 2 പദമുണ്ട്. ആ 2 പദം പഠിക്കണം. നമ്മൾ എങ്ങനെയാണ് എക്സാമിന് എഴുതേണ്ടത് എന്ന് നമ്മളിവിടെ ഒരു ഉദാഹരണം പറയുന്നു. അപ്പോൾ കൂടുതൽ നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ നമ്മൾ എല്ലാ പദവും ഡിസ്കസ് ചെയ്യും. പിന്നെ അത് കൂടാതെ നമ്മുടെ ഒരു ഹൈക്കു നമുക്കറിയാം 5 എണ്ണം ഉണ്ട്. പക്ഷെ അതിനെ എങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടത് എന്ന ഉദാഹരണമാണ് ഞാൻ പറഞ്ഞിരുന്നത്. बाल लीला से संबंधित पहले पद की आस्वादन टिप्पणी तैयार करें. अपने बेटे का मुख देखकर माता यशोदा बहुत खुश हुई. बहुत हर्ष के साथ अपने बेटे के दूध की दांत को देखकर लाड प्यार में मग्न यशोदा का होश खो गया. എന്താണ് ഇവിടെ പറയുന്നത്? അപ്പിനെ ബേട്ട തൻ്റെ മകൻ്റെ മുഖം കണ്ടിട്ട് മാതാവായ യശോദ ബഹുത് ഖുഷ് ഹുയി, വളരെയധികം സന്തോഷത്തിലാണ്. ഹർഷ് കെ സാത്ത്, സന്തോഷത്തോടു കൂടി അപ്പിനെ ബേട്ടയ്ക്ക് ദൂത് കി ദാന്തിയ, ആദ്യത്തെ ആ പാൽപ്പല്ലുകൾ ദാന്ത് കോ ദേക്കർ ലാഡ് പ്യാരുമേ, ലാഡ് പ്യാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓമനത്വം. മഗ്നി യശോദ ഹോഷ് ഖോഗയ, ഒരു നിമിഷം അങ്ങോട്ട് മതി മറന്നുപോയി. മകൻ്റെ, ചെറിയ കുട്ടികളുടെ ഫേസിലേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമില്ലേ? അപ്പം മകന് പല്ല് വരുന്നത്, ആദ്യമായിട്ട് പാൽപ്പല്ലുകൾ വരുന്നത് കണ്ട യശോദ ഒരു നിമിഷം മറ്റെല്ലാ തൻ്റെ ജോലികളും ഒക്കെ മറന്ന് ആ സന്തോഷത്തിൽ അങ്ങ് മുഴുകി. ബാഹർ സെ അപ്പിനെ പതിദേവ് നന്ദ് കോ ബുലാക്കർ, പുറത്തു നിന്നും തൻ്റെ ഭർത്താവായ നന്ദഗോപരെ വിളിച്ചിട്ട് പുത്ര കാ സുന്ദർ രൂപ് ദേഖ്നെ കോ കഹത്തി ഹെ, പുത്രന്റെ ആ സുന്ദര രൂപം കാണിച്ചു കൊടുക്കുന്നു. പുത്ര കെ ചോട്ടെ ചോട്ടെ ദാന്ത് കോ ദേഖ്കർ ഉസ്കി ആങ്കെ സഫൽ ഹോത്തി ഹെ. അപ്പോൾ കുട്ടിയുടെ മകൻ്റെ കണ്ണൻ്റെയാണ് കേട്ടോ പറയുന്നത്. കണ്ണൻ്റെ ചെറിയ ആ പല്ലുകൾ കണ്ടപ്പോൾ തന്നെ യശോദയുടെ കണ്ണുകൾ എന്തായിരിക്കുന്നു? സഫലമായിരിക്കുന്നു. അപ്പോൾ എന്താണ് അത്? അത്രയും അനുഗ്രഹീതമായ ഒരു കാഴ്ചയായിട്ടാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ഉനിക്ക് മുഖ് ഓർ ദൃഷ്ടി ഖുഷി സെ ബർഗയെ, അവരുടെ മുഖവും അവരുടെ ആ കാഴ്ച ദൃഷ്ടിയും ഒക്കെ എന്തായിരിക്കുന്നു? നോട്ടവും ഒക്കെ ഖുഷി സെ ബർഗയെ, അല്ലേ? ഒരു വല്ലാത്തൊരു സന്തോഷവും അവർക്ക് അനുഭവപ്പെട്ടു. സൂർദാസ് കഹത്തെ ഹേ കി ഖിൽക്കാരി കർനെ വാലെ കൃഷ്ണ കെ ദാന്തോം കോ, അല്ലേ? ആ തിളങ്ങുന്ന പല്ലുകൾ, കൃഷ്ണൻ്റെ ആ പല്ലുകൾ ദേഖ്കർ ഏസാ ലഗ്താ ഹെ, അത് കാണുമ്പോൾ എങ്ങനെ തോന്നും? മാനോ കമൽ പർ ബിജ്ലി ജം ഗയി ഹോ, താമരയിലേക്ക് മിന്നൽ പിളരുകൾ വന്ന് വീഴുന്നത് പോലെ. എന്താണ്? നമ്മുടെ ഒരു ചെറിയൊരു കുഞ്ഞിനെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. വാ തുറന്നിങ്ങനെ ചിരിക്കുന്ന 2 ചെറിയ പാൽപ്പല്ലുകളുള്ള, അല്ലേ, ഭയങ്കര പിങ്ക് കളറായിട്ടുള്ള അവരുടെ ആ ഒരു മോണയിലേക്ക് ഒരു ചെറിയൊരു പല്ലുകൾ ഇങ്ങനെ മുളച്ചു വരുമ്പോൾ അതെങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത് സൂർദാസ്. നമ്മുടെ താമരയിലേക്ക് ഒരു മിന്നൽ പിളര് വന്ന് വീഴുന്നത് പോലെ അതുപോലെയുണ്ട് കാണാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് നമ്മുടെ ഹൈക്കു ആണ്. എന്തായാലും നമുക്ക് എക്സാമിന് 4 മാർക്കിന് ചോദ്യം വരും. നമുക്ക് 10ൽ നിന്ന് 6 മാർക്ക് അതല്ലെങ്കിൽ 8 മാർക്കിൻ്റെ ചോദ്യം പ്രതീക്ഷിക്കാം. 1 വേർഡും പിന്നെ അത് കൂടാതെ അതിൻ്റെ ആശയവും ഒക്കെ ചേർത്തിട്ട് ഇവിടെ നമുക്ക് 4 മാർക്കിന് എന്തായാലും ഇവിടെ ഒരു ഹൈക്കു, നിങ്ങൾക്ക് പഠിക്കാനുള്ളതിൽ ഒരു ഹൈക്കു എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഹൈക്കു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കോമൺ ആയിട്ട് എഴുതേണ്ട ഒരു കാര്യമാണിത്. ശ്രീ ഭഗവത് ശരൺ അഗ്രവാൾ ഹിന്ദി കാവ്യ ജഗത് മേ ഹൈക്കു കോ പ്രമുഖ സ്ഥാൻ ദിലാനെ വാലാ ഹെ, അല്ലെ? ഹൈക്കുവിനെ ഒരു പ്രമുഖ സ്ഥാനം നൽകുന്ന ഹിന്ദി കവിയാണ് ശ്രീ ഭഗവത് ശരൺ അഗ്രവാൾ. ഇന്ദ്രധനുഷ് ആപ്ക ഹൈക്കു സംഗ്രഹ, അദ്ദേഹത്തിൻ്റെ ഹൈക്കു സംഗ്രഹത്തിൻ്റെ പേരാണ് ഇന്ദ്രധനുഷ് എന്നത്. ആകാശമേ, ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്ന ഹൈക്കു നോക്കൂ. നബ് ഗുഞ്ചാത്തി നീഡ് ഗിരേ ശിശുപേ മണ്ഡ്രാത്തിമ. നബ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടാണ്, അല്ലേ? ഗുജാത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? മുഴക്കം, ആകാശത്തിലെ മുഴക്കം. നീഡ് ഗിരേ ശിശുപേ, അപ്പോൾ എന്താ? അവിടെ കിളിക്കൂട് വീഴുന്നു. മണ്ഡ്രാത്തിമ, അമ്മ ആ കൂടിന് ചുറ്റും ചുറ്റിക്കറങ്ങുകയാണ്. ഇവിടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു അമ്മയുടെ സ്നേഹം എന്ന് പറഞ്ഞത് കുഞ്ഞിനെ വിട്ടിട്ട് പോകുന്നതല്ല. എന്ത്
പ്രകൃതിക്ഷോഭം ആയിക്കോട്ടെ മറ്റെന്തും ആയിക്കോട്ടെ അതിന് ആ ഒരു അമ്മയ്ക്ക്, ഇവിടെ അമ്മ കിളിക്ക് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുക എന്നത് സഹിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അത് മനുഷ്യരിലും അങ്ങനെ തന്നെയാണ്, അതല്ലാതെയും. അതാണ് ഇവിടെ കാണിക്കുന്നത്. ആകാശ് മേ ഗൂഞ്ച് ഓർ ആന്തി ഹോനെ സേ അല്ലേ, ഇടി ഒരു എന്താ പറയുക, ആകാശത്തിൽ മുഴക്കവും ഇടിയും ഒക്കെ വരുമ്പോൾ പക്ഷിയോക്കെ നീഡ് നീച്ചെ ഗിർത്തേ ഹെ, ഇത്തരം സമയങ്ങളിലൊക്കെ പലപ്പോഴും പക്ഷികളുടെ കൂട് എന്താകാറുണ്ട്, താഴെ വീഴാറുണ്ട്. ശിശു പക്ഷി ഉഡ് നെഹി സക്ത, ഇവിടെ ഇങ്ങനെ ചെറിയ കുഞ്ഞുങ്ങളുള്ള പക്ഷി കൂടൊക്കെ വീഴുമ്പോൾ ഈ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പറക്കാനും സാധിക്കില്ല. മാ ബച്ചോക്കെ പാസ് ഹി രഹത്തി ഹെ, ഇങ്ങനെ ഈ സന്ദർഭത്തിലും അമ്മ കുട്ടികളോടൊപ്പം തന്നെ ഇരിക്കുന്നു. ചോഡ്കർ ജാത്തെ നെഹി, വിട്ടിട്ട് പോകുന്നില്ല. ജിത്തിനെ ഹി ബഡി വിപത്തി പടേ, അപ്പൊ ഇവിടെ നമുക്ക് പറയുന്ന സന്ദേശം ഇതാണ്, എത്ര തന്നെ വലിയ ആപത്തുകൾ വന്നോട്ടെ, മാ അപ്പിനെ ബച്ചേക്കോ ചോഡ്കർ നെഹി ജായേഗ, അമ്മ ഒരിക്കലും തൻ്റെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചു പോകുന്നില്ല. മാ കാ പ്യാർ ഇത്നാ ബഡാ ഹെ, അമ്മയുടെ സ്നേഹം അത്രയും വലുതാണ്. ഓർ ഗഹരാ ഹെ, അത്രയും ആഴത്തിലുള്ളതുമാണ്. സാമാജിക സച്ചായിക്കോ യഹാം ദിഖായാ ഗയാ ഹെ, അപ്പോൾ ഇവിടെ മാതൃത്വം എന്ന ആ സാമാജിക സച്ചായി നമ്മുടെ സമൂഹത്തിലെ അല്ലെ നമുക്കിടയിലും, ഇനി അത് കൂടാതെ പക്ഷികൾക്കിടയിലാകട്ടെ മൃഗങ്ങൾക്കിടയിലാകട്ടെ, ആ മാതൃത്വം എന്ന സ്നേഹത്തിൻ്റെ സത്യാവസ്ഥയെയാണ് ഈ ഹൈക്കുയിലൂടെ കവി കാണിക്കുന്നത്. അപ്പോൾ ഈ 2 ചാപ്റ്ററും നിങ്ങൾ നന്നായിട്ട് പഠിക്കേണ്ടതാണ്. 10 മാർക്കാണ് ഈ 2 ചാപ്റ്റർ തന്നെ നന്നായിട്ട് ഫോക്കസ് ചെയ്താൽ കിട്ടുന്നത്. അപ്പോൾ ഇനിയുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം, ലൈവ് ക്ലാസ്സിൽ കാണാം. അതല്ലാതെയും ബൈ.